ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചെമ്മീൻ മസാലയുടെ റെസിപ്പിയാണ്. ചെമ്മീൻ്റെ വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനലിലെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെമ്മീൻ 400 ഗ്രാം. ചെമ്മീൻ തോടും ഉള്ളിലെ നാരും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. സവോള ഒരെണ്ണം വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കുക, തക്കാളി ഒരെണ്ണം മീഡിയം സൈസ് കട്ട് ചെയ്തെടുത്തത്, കറിവേപ്പില 3 തണ്ട്, പച്ചമുളക് 2 എണ്ണം ചെറുത്, ഉണക്കമുളക് 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, കാശ്മീരി ചില്ലി പൗഡർ 2.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുറച്ച് തേങ്ങാക്കൊത്ത്, കോക്കനട്ട് മിൽക്ക്, തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് വേണ്ടത്, 1 കപ്പ്, 1 ടീസ്പൂൺ കടുക്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കഴിയുന്നതും ഈ കറിയിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടിത്തീർന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് കറിയിൽ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. ഈ തേങ്ങാക്കൊത്ത് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്കൊരു 2-3 മിനിറ്റ് ആദ്യമേ ഒന്ന് വഴറ്റാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ലൊരു ഫ്ലേവർ കറിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവാള നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സവാള വഴറ്റുമ്പോൾ വളരെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. ഇതിന് എരിവ് കുറവാണ്. ഹോട്ട് ചില്ലിയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ മതിയാകും. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റാം. പൊടികൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതിനായിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിരിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലോട്ട് ചെമ്മീൻ ചേർക്കാം. ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ചെമ്മീനും മസാലയും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം.
1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഈ ചെമ്മീൻ ഇനി വേവിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്യാം. തേങ്ങാപ്പാൽ കിടന്നത് നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ ഇപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് ഏകദേശം ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ലോ ഹീറ്റിൽ ഇതുപോലെ തുറന്ന് വെച്ച് നമുക്ക് വീണ്ടും തിളപ്പിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഉള്ളിൽ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി ഗ്രേവി നല്ല തിക്കായിട്ട് വരുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ വീണ്ടും ഒരു 6-7 മിനിറ്റും കൂടെ ഇതിനെ തിളപ്പിച്ചു. ഇതിൻ്റെ ഗ്രേവി ഇപ്പോൾ നല്ലതായിട്ട് തിക്കായി കുറുകി വന്നിട്ടുണ്ട്. ചെമ്മീൻ ഇപ്പം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് ചേർക്കാം. എരിവ് കുറഞ്ഞ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മാത്രം. അതിൻ്റെ ഒരു ഗരം മസാലയുടെ ഒരു ലൈറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റും കൂടെ ഇതിനെ ലോ ഹീറ്റിൽ വെച്ചിരിക്കാം. ഈ ഗരം മസാലയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവർ കറിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ്റെ ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് താഴെ ആയിരിക്കണം. നമ്മൾ ഒരുപാട് സമയം ചെമ്മീനിട്ട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത ഈ ചെമ്മീൻ മസാലയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക്